ഹലോ മൈ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 8th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട MCQs ആണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം 8th സ്റ്റാൻഡേർഡിൽ നമുക്ക് ആകെ പാർട്ട് 1 എന്ന് പറഞ്ഞിരിക്കുന്ന ടെസ്റ്റിനകത്ത് 6 ചാപ്റ്റേഴ്സ് ആണ് ടോട്ടലി പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അധിനിവേശവും ചെറുത്തുനിൽപ്പും, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്, ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും, ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും, വിഭവ വിനിയോഗവും സുസ്ഥിരതയും. അപ്പം ഇതിനകത്തു നിന്നൊക്കെ കുറെ അധികം ചോദ്യങ്ങൾ ഇപ്പൊ ലേറ്റസ്റ്റ് 2025 ASM പരീക്ഷ ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും വരാൻ പോകുന്ന LGS, LDC, LPUP തുടങ്ങിയ ലോങ് ടേം ആയിട്ടുള്ള എക്സാംസിന് ഫോക്കസ് ചെയ്യുന്നവർ കൃത്യമായിട്ടും ഈ കാര്യങ്ങൾ പുതിയ SCRT കൃത്യമായിട്ട് പഠിച്ചു പോകണം. വെറുതെ വായിച്ചു വിട്ടു കഴിഞ്ഞാൽ ഒരു ഓർമ്മയും കാണത്തില്ല. കാരണം പഴയത് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം കേരള PSC കുറച്ചൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പിന് അത്യാവശ്യമാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. MCQ ഓറിയന്റ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ചാപ്റ്ററിനകത്ത് നമുക്ക് നോക്കാം. അധിനിവേശവും ചെറുത്തുനിൽപ്പും ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിന്റെ ആദ്യ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയച്ച വർഷം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വർഷമാണ്? 1601 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിന്റെ ആദ്യ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയച്ചത്. 1601. ഇനിയും ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ, അസൻഷൻ എന്നീ കപ്പലുകൾ. അപ്പൊ 4 കപ്പലുകളാണ് പ്രധാനമായിട്ടും ഇംഗ്ലീഷുകാർ അയച്ചത്. അപ്പൊ ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് രണ്ടാമത്തെ ദൗത്യം ആരംഭിച്ച വർഷം ഏതെന്നാണ് അടുത്തായിട്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അത് 1604. ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ വായിച്ചു വിടും. പക്ഷെ ഇപ്പോഴത്തെ ചോദ്യങ്ങളൊക്കെ നോക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇയേഴ്സിനൊക്കെ നല്ല പ്രാധാന്യം BSc കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് രണ്ടാമത്തെ ദൗത്യം ആരംഭിച്ചു 1604. സെയിം കപ്പൽ തന്നെയാണ് ഫസ്റ്റ് ടൈമിലും വന്നിരിക്കുന്നത്. ഇനി യൂറോപ്യന്മാർ സമുദ്രപാതയെ കണ്ടെത്തുന്നതിലേക്ക് നയിച്ച കാരണങ്ങൾ ഏതെല്ലാം ശരിയായിട്ടുള്ളത്? ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയുടെ പുരോഗതി, പുതിയ പ്രദേശങ്ങളുടെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്, ഇവയെല്ലാം. അപ്പം യൂറോപ്യന്മാർ 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലേക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന പുതിയ സമുദ്രപാതയൊക്കെ കണ്ടുപിടിച്ചത്. അതിനൊക്കെ കാരണമായിട്ടുള്ളത് ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിൽ നമുക്ക് വരാവുന്ന ഒരു ചോദ്യമാണ്. അതായത് ഈ ടെക്സ്റ്റിനകത്ത് ബുള്ളറ്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കണ്ടന്റുകളെല്ലാം നമ്മൾ ഓർത്തോണം. അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ 100% ചാൻസ് ആണ്. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകണം. വെറുതെ വായിച്ചു വിട്ടു കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവ എല്ലാം ആണ്. അപ്പം ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലെ പുരോഗതി, പുതിയ പ്രദേശങ്ങളുടെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. മേ ബി നമ്മൾ എന്തെടുക്കും? ഓപ്ഷൻ 3യിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെയെല്ലാം ബുള്ളറ്റ്സ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിന് അല്ല ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് വായിച്ചു മനസ്സിലാക്കി ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. അധിനിവേശവും താഴെ പറയുന്നവയിൽ വാസ്കോഡ ഗാമയുടെ കപ്പൽ അല്ലാത്തത്? സാവോ ഗബ്രിയൽ, സാവോ റാഫേൽ, ബെറിയോ, അസൻഷൻ. ഇതിനകത്ത് ഏതാണ് വാസ്കോഡ ഗാമയുടെ കപ്പൽ അല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസൻഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് പഠിക്കണം? ബാക്കിയുള്ള 3 കൃത്യമായിട്ട് പഠിക്കണം. വേറെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എന്ത് ചോദിക്കാം? സാവോ ഗബ്രിയൽ മാത്രമായിട്ട് ചോദിക്കാം, റാഫേൽ മാത്രമായിട്ട് ചോദിക്കാം, ബെറിയോ. വാസ്കോഡ ഗാമ വന്ന ടൈമിൽ എത്ര കപ്പലുകൾ ഉണ്ടായിരുന്നു? 3 കപ്പലുകളുമായിട്ടാണ് വന്നത്. സാവോ ഗബ്രിയലും സാവോ റാഫേലും ബെറിയോ. സാവോ ഗബ്രിയൽ, റാഫേൽ ആൻഡ് ബെറിയോ. ഇനി താഴെ പറയുന്നവയിൽ വാസ്കോഡ ഗാമയുമായി ബന്ധമില്ലാത്തത് ഏത്? കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശം. ഡച്ചുകാർ ആയിരുന്നു കോഴിക്കോടുമായുള്ള ആ ഒരു ടൈമിൽ വ്യാപാര ബന്ധം നിയന്ത്രിച്ചിരുന്നത്. വാസ്കോഡ ഗാമ കണ്ണൂരിലെത്തി കോലത്തിരി രാജാവിൽ നിന്നും വ്യാപാര അനുമതി നേടിയെടുത്തു. തന്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളാണ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയത്. വാസ്കോഡ ഗാമയുമായി ബന്ധമില്ലാത്തത് എന്ത്, അല്ലെങ്കിൽ തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം വാസ്കോഡ ഗാമ വന്ന ടൈമിൽ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിയാണോ? ആണ്. ആ ഒരു ടൈമിൽ ഡച്ചുകാർ ആയിരുന്നോ നടത്തിയിരുന്നത്? അല്ല. ആരായിരുന്നു പകരം?
അറബികളായിരുന്നു ആ ഒരു ടൈമിൽ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് കോഴിക്കോടുമായിട്ടുള്ളത്. കണ്ണൂരിലെത്തി കോലത്തിരി രാജാവിൽ നിന്നും വ്യാപാര അനുമതി വാസ്കോഡ ഗാമ നേടിയെടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. കണ്ണൂരിലെത്തി കോലത്തിരി രാജാവിൽ നിന്നും വ്യാപാര അനുമതി നേടിയെടുത്തു. തന്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ എത്ര ഇരട്ടിയായിട്ടാണ് സുഗന്ധവ്യഞ്ജനങ്ങളും ആയിട്ടൊക്കെ വാസ്കോഡ ഗാമ അവിടെ എത്തിയത്? 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായിട്ടാണ് ഇന്ത്യയിൽ നിന്നും പോയത്. ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട. അത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ, കൊച്ചി, കൊല്ലം, ഗോവ, ഇതിനകത്ത് എവിടെയായിരിക്കും? കൊച്ചിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ആയിട്ടുള്ള മാനുവൽ കോട്ട കൊച്ചി. ഇനിയും ഇന്ത്യയിൽ ഏതാണ് ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രം അല്ലാത്തത്? ഏത്? മധുര, ബറോച്ച്, ചിൻസുര, നാഗപട്ടണം. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രം അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയണം? അഹമ്മദാബാദ് ആണ് ഒറിജിനൽ ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇവിടെ ഓപ്ഷൻ 1 ആണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ എന്തൊക്കെ പഠിച്ചു വെക്കണം നമ്മൾ? അഹമ്മദാബാദ്, ബറോച്ച്, ചിൻസുര, നാഗപട്ടണം. മനസ്സിലായോ? പഠിക്കേണ്ടത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് വരുന്നത്? അഹമ്മദാബാദ്, ബറോച്ച്, ചിൻസുര, നാഗപട്ടണം. അപ്പം ഇതുപോലെ നമ്മൾ ക്ലാസ്സസ്, അപ്പോൾ ഓരോന്നിൻ്റെയും പോൾ സെഷൻസ്, MCQ ആയിട്ടുള്ള പോൾ സെഷൻസ് ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 100+ ചാപ്റ്റേഴ്സ് അവൈലബിൾ ആയിരിക്കും. ക്ലാസ്സസ് ബുധനാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ MCQs ആയിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു PDF കൂടെ വായിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സെഷൻസ് കൃത്യമായിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ ആപ്പിൽ ഇഷ്ടം പോലെ തന്നെ പോൾസ് AI ജനറേറ്റഡ് ആയിട്ട് വരും. അതും നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. വീണ്ടും ഓരോ ക്ലാസ്സിന്റെയും PDF-ഉം അതുപോലെ തന്നെ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും. ടീച്ച്മെന്റ് ആപ്പിലായിരിക്കും ക്ലാസ്സസ് എന്ന് പറയുന്നത്. ആദ്യത്തെ 100 പേർക്ക് 599 രൂപയ്ക്കാണ് ഈ ഒരു ഓഫർ പ്രൈസ്. 100+ ചാപ്റ്റേഴ്സ് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിലെ മാത്രം കോഴ്സ് ആണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അത് വളരെ വാലിഡ് ആയിട്ടുള്ള കോഴ്സാണ്. ഏറ്റവും 50% കാര്യങ്ങൾ നമ്മൾക്ക് എവിടെ വരുന്നുണ്ട്? എല്ലാ എക്സാംസിനകത്തും വരുന്നുണ്ട്. പ്രത്യേകിച്ച് LP UP ഒക്കെ തയ്യാറെടുക്കുന്നവരും LDC LGSനും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചു പോകേണ്ടവർ ഇപ്പൊ തന്നെ പഠിക്കണം. നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കരുത്. അതുപോലെ തന്നെ VFA, വെബ്കോ, അതുപോലെ തന്നെ +1 പിന്നെ +2 ഓറിയന്റ് ചെയ്തിട്ടുള്ള യൂണിഫോം പോസ്റ്റുകൾക്ക് എല്ലാം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഇതെന്ന് പറയും. ഇപ്പൊ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെ ക്രോപ്ഡ് ആയിട്ടുള്ള PDF-ഉം കൊടുക്കുന്നത് കൊണ്ട് അത് വെച്ചിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുകയും ചെയ്യും കേട്ടോ. വെറുതെ ഇങ്ങനെ MCQ മാത്രമല്ല പഠിപ്പിക്കുന്നത്, MCQ നമ്മൾ പോളിടും. അതുകൂടാതെ ക്ലാസ്സിൽ ഇങ്ങനെ ഓരോരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് പണ്ട് നമ്മൾ പഠിപ്പിച്ചതുപോലെ ഈ SCRT പഠിപ്പിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഓരോന്നും നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചെടുത്തെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ എന്തായിട്ട് പോകും? നമ്മളിതെല്ലാം പഠിച്ചത് മറന്നു പോകും. അങ്ങനെ വരരുത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ 2025 നടന്നിരിക്കുന്ന ചോദ്യപേപ്പറുകൾ എടുത്ത് എല്ലാം ഒന്ന് നോക്കണം. ഈ ജൂണിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പ്രത്യേകിച്ച് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും പുതിയ SCRTയുടെ പ്രാധാന്യം. പഴയ SCRT ഇതുമായിട്ട് തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് പുതിയൊരു കൊച്ചുകുട്ടി പഠിച്ചെടുക്കുന്നത് പോലെ തന്നെ പഠിച്ച് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് പുതിയ കോഴ്സിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പം എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.